അപ്പം ഇന്ന് അഡോണിസ് സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ്. ഈ ഒരു കാരക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാരക്കനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാം. അപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കും. നാല് കാരക്ക വാങ്ങി, 4 പാക്ക്. കണ്ടോ, ബാഗ് മൊത്തം നിറഞ്ഞിരിക്കണം. ഫ്രീ ഒന്നല്ല കേട്ടോ, പക്ഷെ ചിലത് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ വാങ്ങും. കൊണ്ടുപോയിട്ട് കേടാവില്ലല്ലോ. പിന്നെ അതുപോലെ പാലും വാങ്ങി. ഇവിടുത്തെ പാലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്ത് 15 ദിവസം എക്സ്പയറി ഉള്ള 4 ലിറ്റർ പാലാണ് കിട്ടുക. അപ്പോൾ അത് തീരില്ല, എന്താ കുടിച്ച് തീരില്ല. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും 2 പാക്കറ്റ് അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് പൊതുവെ വാങ്ങുന്ന എവിടെ വെച്ചാന്ന് പറഞ്ഞാൽ മെട്രോ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ എപ്പോഴും കുറേ ലോങ് എക്സ്പയറി ഉള്ള കാണും. അതായത് നോർമലി 1 മാസം ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങി. എന്തായാലും നല്ല ഇവിടെ ഒരു കാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവരെ വീട്ടിൽ നോമ്പറായിരുന്നു. ഇന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ആയിട്ട് എങ്ങനെ പോകാന്നുള്ള തയ്യാറിട്ടില്ലല്ലോ. ഇന്നലെ നൈറ്റിൽ നല്ല സ്നോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കനത്തിലുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല, സംഭവിച്ചില്ല. ഇവിടെ നമുക്ക് ഇത് നമ്മൾ തീരെ കാണാത്തൊരു വേ ആണ്. ഇതുവരെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഇവിടെ ഇത് പിന്നെ സൗദിയോ അങ്ങനെ എന്തോ ഒരു ടീമിൻ്റെ ആണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്താണെന്ന് സത്യം അറിയില്ല. ഏതോ അറബി ഓണറാണല്ലോ. ആണെങ്കിൽ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അഡോണിസ്, അതിൻ്റെ പിന്നെ അതിൻ്റെ അറബി വേർഡ് മീനിങ് നോക്കിയാൽ മതി ചിലപ്പോൾ. മഞ്ഞ് പെയ്യുന്നുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു 7 മണിക്ക്. ലെഫ്റ്റ് ഇരിക്കില്ല മോനി. ഇവിടെ സാധനം വാങ്ങിയപ്പോൾ അതിൽ ടാക്സ് ഇട്ട കണ്ടില്ല. ഇനിയിപ്പോൾ കാരക്ക ആയതുകൊണ്ട് ടാക്സ് ഇടാത്താണോ എന്നറിയില്ല. ചില ആൾക്കാരുണ്ടല്ലോ, വേറെ സാധനം വാങ്ങി നോക്കണം ടാക്സ് ഇടുമോയെന്നുള്ളത്. അല്ലെങ്കിൽ അവരെ സ്റ്റൈലിൽ നടത്തുന്നതായിരിക്കും. അറബിക്കിൽ ടാക്സ് ഇടാതെ ഒരു രസമല്ല. ടാക്സ് ഇടാതെ വിൽപ്പന ചെയ്ത് കഴിഞ്ഞാൽ, ഇതെന്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറമെ ടാക്സ് 13% ആണ് ടാക്സ്. അരിക്കൊന്നും ഉണ്ടാവില്ല, അല്ലാത്ത സാധനങ്ങൾക്ക്. ചെറിയ ചെറിയ മഞ്ഞ് കണങ്ങൾ കണ്ടില്ലേ. ഈ LCBO എന്ന് പറയുന്നത് കള്ളിൻ്റെ ഇതാണ്. കണ്ടില്ലേ LCBO അവിടെ പോയാൽ അങ്ങനെ കള്ളിങ്ങനെ കാണാം. പക്ഷേ അത് പ്രൊമോട്ട് ചെയ്യരുതല്ലേ. അല്ല, പ്രൊമോട്ടല്ല, അത് പറയണ്ടായിരുന്നു. ഗ്യാപ്പ് അവിടെ നിന്ന് ഞാൻ പോയില്ല. ഇവിടെ നിർത്തണമെങ്കിൽ ഇതാ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ വന്ന് ഫൈൻ അടിക്കും. ഇതിൻ്റെ അപ്പുറത്താണ് മെയിൻ സ്ട്രീറ്റ് കേട്ടോ. ഞാൻ പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴി എടുത്തെന്നുള്ളൂ. നല്ല മഞ്ഞുണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കണ്ട പാർക്കൊക്കെ എപ്പോഴും പച്ചപ്പ്. ഇവിടെ എപ്പോഴും ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ചില മണ്ടന്മാർ സ്പീഡിൽ വരില്ല. ഇവിടെയൊക്കെ ഡ്രൈവിംഗ് സ്പീഡ് എത്രയാണെന്ന് അറിയാം, 40 കിലോമീറ്റർ പെർ അവർ 40. അതുകൊണ്ട് എന്താ
ഏത് ജെൻഡറിനും സുഖസുന്ദരമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അധികം സ്പീഡിൽ ഓടിക്കേണ്ട, മെല്ലെ ഓടിച്ചാൽ മതി. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, ഇവിടെ ഹൈവേയിൽ കയറിയല്ല. ഈ ഏരിയയിലൊന്നും ഹൈവേ അല്ല കേട്ടോ. ഹൈവേ കയറിയാൽ 100-ൽ തന്നെ പോകാൻ പറ്റുള്ളൂ. കുറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഫൈന് ചിലപ്പോൾ ചെയ്തു. ഞാൻ ഓപ്പോസിറ്റിലേക്ക് പോട്ടെ. കുറേ വണ്ടികളുണ്ടോ? ഇവിടെ ആൾക്കാരെ കണ്ട വണ്ടികൾ 1 കിലോമീറ്റർ മാറ്റി പോകും. പിടിച്ചാലൊക്കെ ഭയങ്കരതല്ലേ. നമ്മൾ നാട്ടിലങ്ങനെയൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ സാധാ വഴി തന്നെ എത്തിയില്ലേ? അല്ല, സാധാ വഴിയിലല്ല. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടുപോവാം. സാധാ പോകുന്ന റൂട്ടല്ല. ഇവിടുന്ന് 7 മിനിറ്റ് പോയാൽ മതി. ഇത് ഫാർമസി അവന്യൂ ആണ്, പക്ഷെ അതിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ സാധാരണ പോകല്. എനിക്കൊരു നല്ല ജാക്കറ്റ് വേണം. ഒരു ജാക്കറ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഷെർലക് ഹോംസിൻ്റെ പോലത്തെ ജാക്കറ്റാണ്. ഇട്ടിട്ട് സൈക്കിളിൽ ചവിട്ടാൻ പറ്റില്ലല്ലോ. കുറച്ച് ചെറുത് വാങ്ങണം. ഇതൊക്കെ അപ്പാർട്ട്മെൻ്റ് ആണ്. അവിടെ ശരിക്കും സൈക്കിൾ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം? ആ റോഡിലൂടെയാണ്. സിംഗിൾട്ടൺ റോഡ്. ഇത് സിംഗിൾട്ടൺ റോഡ്. റൈറ്റ്, സിംഗിൾട്ടൺ റോഡിലേക്ക് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. എത്ര? 280 മീറ്റർ കഴിഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ ഈ മീറ്റർ ഇങ്ങനെ കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ 280 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം എവിടെയാണ്? 280 മീറ്റർ ചിലപ്പോൾ. ഇത് നമ്മൾ സാധാ പോണ വഴിയാണ്. ഇതിലൂടെ നമ്മൾ വീട്ടിലേക്ക് പോകല്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ വഴിയിലൂടെയാണ് വരുന്നത്. ഒക്കെ എനിക്ക് മനസ്സിലായി സ്ഥലം. നമ്മൾ സാധാരണ പോലെ ഇതിലൂടെ പോയിട്ട് അതിലൂടെ അങ്ങനെ പോകല്. ഇവിടുന്ന് ഒരു 6 മിനിറ്റോളം പള്ളിയിലേക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗൾഫിനേക്കാളും നല്ല രീതിയിലാണെന്ന് പറയാം ഫുഡ്. അങ്ങനെ ഒന്നും കുറച്ച് പറയൊന്നുമല്ല, കുറച്ച് കൂട്ടിയ പറയല്ല. ബിരിയാണി, ഞാൻ പോകുന്ന പള്ളിയിൽ ബിരിയാണിയാണ്. എന്നൊന്നും പോയല്ലോ കേട്ടോ. ഒരു 5-6 തവണ പോയിട്ടുണ്ടാവും. ആദ്യമൊക്കെ കുറേ വീട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോറടിച്ച് പിന്നെ പള്ളിയിൽ നിന്ന് നാക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇവിടുന്ന് റൈറ്റ്. ഞാൻ തൊട്ട് പിന്നിൽ കാണിച്ചത് ട്രെയിൽ, എന്ത് സൈക്കിൾ വാക്കിംഗ് ഒക്കെ ഉള്ള ഹെൽത്ത് ബാങ്ക് റോഡോ, ഈ ഹിൽൻ ബാങ്ക് റോഡ്. എന്തായാലും ബസ് ഇന്ന് രാവിലെ ബസ്സിനാണ് പോയത്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ മിനിയാന്ന് ഈവനിങ് ഒരു പ്രത്യേകതരം മഞ്ഞോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. മഞ്ഞല്ല, ഒരു തരം റെയിന്. തണ്ടർ പിന്നെ ഇടി ഉണ്ടാവുന്നു. ഇടി വന്നാലും മിന്നലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട്
കൊളീഗ്സ് പറഞ്ഞ് സൈക്കിളിൽ പോകണ്ട പറഞ്ഞ്, അങ്ങനെ അന്ന് പോയില്ല. പിന്നെ ഇന്നലെ ബസ്സിന് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വേറെ കൊളീഗ് പറഞ്ഞ് ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് നോമ്പ് വർക്ക് എത്താൻ പറ്റി. അല്ലെങ്കിൽ കാരണം വീട്ടിലെത്തിയിട്ടും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകണ്ടേ. അങ്ങനെ പിന്നെ അതിനുശേഷം എന്നാ സൈക്കിൾ എടുക്കുന്നത്. ഇന്ന് ഡേറ്റ് എത്രയാണ്? 4 ഏപ്രിൽ കേട്ടോ. ക്ലൈമറ്റ് ഏകദേശം 2 ഡിഗ്രിയാണ്. വെതർ മഞ്ഞൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ മഞ്ഞൊന്നും കാണുന്നില്ല. ടൈം എത്രയായി? 7:12 നമ്മളെത്തും. 4 മിനിറ്റും കൂടെ ഉള്ളൂ. കാർട്ടൂൺ ജിലിഫിദോ പോസ്റ്റ് ചെയ്തു. മൂപ്പരിപ്പോൾ റഷ്യയിലാണ്. 15 ദിവസത്തിന് പോയതാ. മൂപ്പര് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കോമഡിയോ. ഞാൻ നാട്ടിലെത്തിയാലും മൂപ്പരും ഉണ്ടെങ്കിൽ ഞാനും മൂപ്പരും എപ്പോഴും ഒന്നിച്ചുണ്ടാവല്. മൂപ്പരോടെ കാനഡയ്ക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം. രസമാവും. കാരണം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഇതുണ്ടല്ലോ പച്ചപ്പും അവിടെ പാർക്കും ഇതും അവിടെ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡൊക്കെ അതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മറിലൊക്കെ നല്ല രസമാണ്. സമ്മറിലാണ് മെയിൻ രസം കേട്ടോ. നമ്മൾ ട്രെയിൻ വഴി പോകണം. ഇത് വ്യത്യസ്ത ഓക്കെ കുറേ കാലത്തിന് ശേഷം ഇതൊക്കെ ലെഫ്റ്റോ അത് ഇവിടെയൊക്കെ ഈ എന്താ പറയുക ഓട്ടമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. സമ്മറാണെങ്കിലും രസമുണ്ടാവും. കാരണം നമ്മൾ അതിലൂടെ പോകേണ്ടി വന്നില്ല. ഇവിടെ പോവുകയാണെങ്കിൽ രസമായിരുന്നു. ടൈമില്ല. അപ്പോൾ ഇത് ഇലകളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു രസമില്ലാത്തൊരു രീതിയിൽ. അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ ബെഡാണ്. ഒഴിവാക്കിയതാണ്. ഇവിടെ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഏത് ഭാഗത്തേക്കും പോവാം. രസമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇതേപോലെ അതിലൂടെ ചിലപ്പോൾ ഇറങ്ങി ചിലപ്പോൾ കാടായിരിക്കും. അങ്ങനെ നല്ല ഒരാൾ പറഞ്ഞു, ഒരാൾ തന്നെ കൊളീഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളീഗ് എന്ന് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇവിടെ ആദ്യം കണ്ടിട്ടത് മോൺട്രിയാൽ എന്ന സ്ഥലമാണല്ലോ, അവിടെ എത്തിപ്പെട്ടത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഓരോ സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ എത്തിയതാണ്. നമ്മൾ പണ്ട് വിചാരിക്കില്ലേ പണ്ടൊക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പണ്ടൊക്കെ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിസിയും കാര്യങ്ങളൊന്നും ഇവിടെ എപ്പോഴും പറയാറുള്ളത് ഈ ഒരു 2012 കാലഘട്ടത്തൊക്കെ നല്ല ടൈമായിരുന്നു എന്നാണല്ലോ. അന്നൊക്കെ വീട് വാങ്ങിയ ആൾക്കാർ ഒരു ചൈനീസ് ടച്ചുള്ള വീടിനൊരു പ്രത്യേക ഒരു രസമല്ലേ. നമുക്ക് അതിൻ്റെ വില ഇരട്ടി. വില 10 മടങ്ങായിരിക്കുന്നു. എല്ലാ സംഗതിയും അങ്ങനെ തന്നെ അല്ലേ. നാട്ടിൽ വാങ്ങിയാൽ ഇരട്ടി തന്നെ അല്ലേ. എത്ര 2 മിനിറ്റും കൂടെ ഉള്ളൂ ആ പള്ളിക്ക്. ഇവിടൊക്കെ ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സിഗ്നൽ കണ്ടോ നിങ്ങൾ? ഇപ്പോൾ കുറച്ച് പിന്നിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സിഗ്നലല്ലേ, അവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും പോകുന്നില്ലെങ്കിലൊക്കെ നിർത്തി പോകണം എന്ത് വണ്ടിയെ. ആരൊക്കെ ആടുജീവിതം കണ്ടൊരു കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്? ഓസ്കാർ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടോ?
നമ്മളത്രയൊന്നും പ്രതീക്ഷിക്കണ്ടല്ലേ. കാരണം ഓസ്കാറിന് കുറേ നൂലാമാലകളുണ്ടല്ലോ. ഇനിയും എത്ര 25 കോടിയൊക്കെ ക്യാമ്പയിൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്നാലൊക്കെ ഓസ്കാർ കിട്ടുമല്ലോ. എന്നാലേ കിട്ടിയിട്ട് ഇപ്പം എന്താവും കാര്യം? 25 കോടിയൊക്കെ മുടക്കിയിട്ടെ ചിലപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. പൈസ എന്നാലല്ലേ മുതലാവുള്ളൂ. കുറേ പേരുണ്ടാക്കി എടുത്തിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഗവൺമെൻറ് തരണം പൈസ. ഇതാ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് സിഗ്നലേ, ഇവിടെ 3 മിനിറ്റ് ആ വണ്ടി നിർത്തി നോക്കിക്കൊണ്ടേ, ആരും ഇല്ലെങ്കിൽ ആ വണ്ടി ഒരു 3 സെക്കൻഡ് നിർത്തും, എന്നിട്ട് എടുക്കുകയുള്ളൂ. ഞാനുള്ളതുകൊണ്ട് കുറച്ചും കൂടെ അല്പം നിർത്തിയിരിക്കും. അതിനപ്പം നേരെ പോകുന്ന മനസ്സിലായതുകൊണ്ട് അത് നേരത്തെ തന്നെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക് ഓസ്കാറിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കിട്ടുമെന്നല്ലേ. കാരണം പത്മശ്രീൻ്റെ കൂടെയൊക്കെ ആ ഒരു ഫലകം മാത്രമേ, ഫലകമല്ല, ഒരു പേപ്പർ മാത്രമേ, പേപ്പറല്ല കേട്ടോ, അങ്ങനെ സർട്ടിഫിക്കറ്റ് മാത്രമേ, വലിയ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. കൂടെ ക്യാഷായിട്ടൊന്നും കിട്ടില്ല എന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തിന്നാൻ പറ്റില്ല എല്ലാവർക്കും. അലിമണിഫ എന്ന് പറഞ്ഞ ഒരാളറിയാം. അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ദിലീപ് വഴി മീറ്റ് ചെയ്തതാണ്. അപ്പോൾ മൂപ്പര് ഈ പത്മശ്രീ കീപ്പ് ചെയ്തത് ഒരു റോളാക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അലമാരൻ്റെ ബാക്കിലാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്. കാരണം മൂപ്പരുടെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോഴും. മഞ്ഞ് വീണ കണ്ടോ? രാവിലെകൾ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ കണ്ടിക്കോ, കണ്ടേക്ക്. ഇവരങ്ങനല്ല പറയാ. ഏത് കോഴിക്കോടുള്ളൊരു സ്ഥലത്തുള്ള ആൾക്കാരില്ല, എന്താ അതിൻ്റെ പേര്, മറന്നുപോയി. ഒരു മിനിറ്റും കൂടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ മെയിൻ റോഡ് എത്താനായി. ടൈം എത്രയായി? ഓ, കനേഡിയൻ ടയറിൻ്റെ അവിടെ എത്തിയില്ലേ. പാർക്കിംഗ് സ്പോട്ട് കണ്ടോ? അവിടെയൊക്കെ ഫുള്ളധികം മുസ്ലിം കേന്ദ്രമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ലോറൻസ്. നമ്മളെ സ്ഥിരം ക്ലിപ്പ് ചെയ്തിട്ടുള്ള സ്പോട്ട് അതാണ്. അവിടെ ഒരു ബോർഡുണ്ട്, അനധികൃത വാഹനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവർ പൂട്ടിയിടുന്നു. അവിടെ തന്നെ നമുക്ക് പൂട്ടിയിടാം. അതാ ഫാർമസിന്ന് കാണില്ലേ, അതിൻ്റെ മുകളിൽ ഖുർആൻ ആൻഡ് സുന്ന സൊസൈറ്റി കാനഡ എന്ന് കാണില്ലേ, അവിടെയാണ് നമ്മൾ പോകണം. അതിൻ്റെ താഴത്താണ് പള്ളി. ഈ ഏരിയ ഈ ഒരു എന്താ പറയുക 2 കിലോമീറ്റർ അധികം മുസ്ലിം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന സ്ഥലം. നമ്മളെ താഴത്തേക്കാണ് ഇറങ്ങി പോകേണ്ട. ചെറിയ ഡോറില്ല, 1865 എന്ന് എഴുതിയ. അപ്പോൾ നമുക്കിനി 8 മണിക്ക് കാണാം.
ഇഫ്താർ കഴിഞ്ഞ്, പള്ളിയിൽ നിന്നുള്ള ഇഫ്താർ കഴിഞ്ഞ് പോവാണ്. മഞ്ഞ് തുടങ്ങിയില്ലേ. എന്തൊക്കെ ഇഫ്താറിനുള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, ഫോട്ടോ എടുത്തു. മഞ്ഞ് തുടങ്ങി. മഞ്ഞ് ഇപ്പോൾ കണ്ട മഞ്ഞ് വരുന്ന ആദ്യം ആൾക്കാർ കൂടിയും തോന്നിയപ്പോൾ അവർ രണ്ടാൾക്കാരോട് ഷെയർ ചെയ്തെടുക്കാൻ പറഞ്ഞു. പിന്നെ വേറെ എക്സ്ട്രാ ബോക്സ് കിട്ടി. തുറക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ? സോറി, ഇതാ ഈ ഒരു സാധനം, പഴം, കാരക്ക, അതിന് പറഞ്ഞ കാരക്ക, പിന്നെ ജ്യൂസ്. സാധാരണ കാരക്കയും വെള്ളമായിട്ട് ഉണ്ടാവാറില്ല, എന്താണെന്ന് അറിയില്ല. അങ്ങനെ കിട്ടിയാൽ ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുന്നതല്ല, ഓഫർ ചെയ്യുന്നതല്ല. പിന്നെ അതിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചില സമയങ്ങളിൽ വേറെ ടൈപ്പ് ബിരിയാണി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ സമൂസ, ഇത് അധികം ഈ പിസ്സ, പിന്നെ പിസ്സ സംഗതികൾ പിന്നെ പൊതുവെ ഉണ്ടാവാറുണ്ട് എല്ലാത്തിൻ്റെ അവസാനം. ബിരിയാണിയാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ ഒരു അബൂബക്കർ മസ്ജിദും പോയിരുന്നു. ആദ്യം ഒരു 12 വരെ ഒന്നും പള്ളിയിൽ പോയിട്ട്, മീൻസ് അങ്ങനെ നോമ്പറക്കാൻ പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ കുക്ക് ചെയ്യാൻ മടിയായപ്പോൾ പള്ളിയിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ഇതായി. രാവിലെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 3 കാരയ്ക്കും അല്ലെങ്കിൽ 5 കാരയ്ക്കും ഒറ്റ എന്ന രീതിയിലാണ് ഇസ്ലാമിൽ സുന്നത്ത് എന്ന് പറയുന്നത് കേട്ടാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. വെള്ളവും നമുക്കറിയില്ല, പണ്ടൊക്കെ ചെറുപ്പകാലത്തൊക്കെ അത്താഴം കഴിച്ചത് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് പഴം കുഴച്ച് ചോറ് എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ ആ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് നാട്ടിലും. നിങ്ങളെ വീട്ടിലെങ്ങനെയാ അത്താഴത്തിന് ഉണ്ടാവുക എന്ന് പറയണേ. അതായത് നമ്മളവിടെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും, വീട്ടിലായാൽ ചിലപ്പോൾ ചപ്പാത്തി കറി ഉണ്ടാവും. എന്നാലും ഞാനൊക്കെ പൊതുവെ 3 കാരയ്ക്ക് വെള്ളം കുടിച്ചിട്ട് അത്താഴം ഉണ്ടാക്കുക. ഈവനിങ് പിന്നെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എന്താവും, നമ്മളിങ്ങനെ കുറേ കഴിക്കുമല്ലോ, കണ്ടാലാ കഴിക്കുക. ഇവിടെ ഇങ്ങനെ പറയണ്ടേ, ഫുഡിനൊക്കെ ഒരു ഷവർമ്മക്ക് $15 ഒരു ഷവർമ്മക്ക്. അതായത് ചെറുതിന് 12, 9, ചെറിയ റോളിന് 9. പ്ലേറ്റ് ഷവർമ്മ ആണെങ്കിൽ വിത്ത് റൈസ് ആണെങ്കിൽ $15. അതായത് 600, ഒരു 1000 രൂപക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എന്ത് ചെയ്യുക, നല്ല ഫുഡ് ഫ്രണ്ട്സിന് വാങ്ങി കൊടുത്തൂടെ, 4 ആൾക്കാരല്ലേ. പക്ഷേ ഇവിടെ കിട്ടുന്നത് കൂടുതലാണ്, എക്സ്പെൻസ് കൂടുതലാണ്, കയ്യിൽ ബാക്കിയാവുന്നത് മാത്രം കുറവുമാണ്. ഇവിടെ നമ്മൾ എല്ലാ സ്ഥലമൊന്നും കയറിയിട്ടില്ല. ANR ഫാൻസി അതൊക്കെ എങ്ങനെ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നു ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു മണിക്കൂർ നിൽക്കണതിന് $15 അല്ലേ, $16 കൊടുക്കണം എംപ്ലോയർ. അതിനനുസരിച്ചിട്ടുള്ളൊരു വരുമാനം കിട്ടിയാലല്ലേ ഇവർക്ക് പിടിച്ചിരുത്താൻ കഴിയുള്ളൂ. ഈ ട്രേഡിങ്ങിലൂടെ ഒക്കെ അത്ര കിട്ടുമോ? ഇപ്പോൾ ഖത്തറിലാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇപ്പം ഖത്തർ ഹൈപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളെ ശരാശരി ഒരു 1300 to 1500 അല്ലേ. അപ്പോൾ ഇപ്പം 1300 to 1500. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പെർ അവർ എത്ര കിട്ടുന്നതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം.
ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നബീൽക്കൻ്റെ അവിടെ ഇഫ്താറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടാതെ വേറൊരു ഫാമിലി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർ പിന്നെ ആ പയ്യന് ഈ സ്ക്രീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതായത് എയർപോർട്ടിൽ ഒരു പോയിക്കോട്ടെ ഭാഗങ്ങൾ കറാഹി ബോയ്സ്. അതായത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ എയർപോർട്ടിൽ ഈ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ആളിങ്ങനെ നോക്കൂല എന്തൊക്കെ സാധനം ഉള്ളതെന്ന്, അങ്ങനെയുള്ള ഒരു സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരു കഥക്ക് എഴുതിക്കോന്ന്, കാരണം വ്യത്യസ്തമായ ജോലിയുള്ള ആൾക്കാരല്ലേ, അവർക്ക് പലതും പറയാനല്ലേ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോറീസൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് അവൻ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും ആൾക്കാർ ഇപ്പോൾ വൈറ്റ്സ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വൈറ്റ്സിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ വന്നേന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ചില സമയത്ത് സമ്മതിക്കില്ല, ചിലപ്പോൾ കുടിച്ചിട്ടൊക്കെ ആയിരിക്കില്ല വരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും, അപ്പോൾ ഒരു എമർജൻസി ബട്ടൺ ഉണ്ടാവും, അതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയും പിന്നെ എയർപോർട്ടിൻ്റെ അതോറിറ്റി സെക്യൂരിറ്റിയും വരും, എല്ലാ സെക്യൂരിറ്റിയും വരും. ചെക്ക് ചെയ്യാൻ വിസമ്മതിച്ചാൽ ഞാൻ എന്തായാലും മറ്റേ ഇത് തലയിലുള്ള ഇടട്ടെ. അയ്യോടാ, ഇറ്റ്സ് നോട്ട് ഗുഡ്. നമ്മളെ മങ്കി ക്യാപ്പ്, ആ തല മങ്കി എന്ത് ചെയ്യും, ബാക്കോട്ടേക്ക് മടക്കി വെക്കും. കൈ തണുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കയ്യേറിട്ടാലോ. ആ ബോക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ നമുക്ക് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ചത് ഇന്നലെ മറന്നുപോയി, അപ്പോൾ ഒന്ന് എടുത്തതാണ്. ഓഫീസിൽ ഞാൻ കൂടാതെ വേറൊരു മുസ്ലിമാണുള്ളത്. നമ്മൾ രണ്ടാളും എന്തുണ്ടെങ്കിലും കൂടും, പക്ഷെ ഒന്നും കഴിക്കൂല. ഒക്കെ ശരിക്കൊരു അടിപൊളി മൂമെൻ്റാല്ലേ. നമ്മൾ അവർ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കുക. സാക്രിഫൈസ്, എ ഫോം ഓഫ് സാക്രിഫൈസ്. പക്ഷെ നമുക്കൊന്നും തോന്നും, എനിക്കൊക്കെ സന്തോഷമാണ്. ഇതൊക്കെ നമ്മൾ മുന്നിലൂടെ ആൾക്കാർ ഫുഡ് കഴിച്ച് നടക്കണം എന്നാണ്. അപ്പോൾ നമ്മളൊരു ഇതുണ്ടാവില്ല, പേഷ്യൻസ്. ഓക്കെ, അതൊക്കെ അറബി. അൽക്കബീർ അബി ഇതൊക്കെ അറബിക്കിൽ എഴുതിയാണ്ട. മുന്നിലുള്ള ഹലാൽ അറബിക്. മഷാ മഷാ. ചവിട്ടി പോണോ നോക്കട്ടെ. യാഹൂലോല എന്തായാലും വർത്താനം പറഞ്ഞു പോലെ. നമ്മളാ നേരത്തെ പറഞ്ഞില്ല അന്തോണീസോ, അവിടെ നമുക്കൊന്ന് നോക്കണം എന്താ ടാക്സ് ഉണ്ടോ എന്നുള്ളത്. ടാക്സ് ഇല്ലെങ്കിൽ നല്ല കാര്യം.
ഇതിന് പറയുന്നത് TTC ആണ്, ടൊറൻറ്റോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഞാൻ വന്ന സമയത്തൊന്നും ഈ എന്താ പറയുക TTC ഇതില്ല. വന്ന സമയം എന്ന് പറഞ്ഞാൽ കുറേ ഒന്നുമില്ല കേട്ടോ, 1 വർഷം. പുറത്ത് ഇതാവുമോ ചിന്തോന്നൊരു പേടി. എല്ലാം കുളമുണ്ടല്ലോ. ഓ ഒരു മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ ആകെ കുളം. ഇതവിടെ വെക്കട്ടെ. ഇതെങ്ങനെയാണ് വെക്കേണ്ടത്? ഇങ്ങനെ അങ്ങനെ നോക്കി കുഞ്ഞാ കേക്കൊക്കെ അടുത്തുമ്പോൾ അലങ്കോലാവും. ഇത് പൊന്നു നിൽക്കാൻ പറഞ്ഞാൽ നിന്നൂടെ ഈ സാധനത്തിനൊക്കെ. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിൽ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല. ഞാൻ അന്തം വിട്ടുപോയി, നമ്മളെത്തിയത് ഡെവലപ്ഡ് കൺട്രിയിലാണോ എന്നുള്ളത്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ആണത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 3 മാസം എന്ന് പറഞ്ഞാൽ എത്ര നമ്മളെ നാടൊക്കെ എത്ര ഇപ്പോൾ പുരോഗമിച്ചപ്പോഴാണ് ഇവർക്ക് കണ്ണു തുറന്നത്. ഇപ്പോൾ ഒരു അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്, അതായത് ഇവിടെ കുറേ ഏരിയ ഉണ്ട്. ഇത് ടൊറൻറ്റോ, പിന്നെ വേറെ എന്തോ 2-3 കോർപ്പറേഷൻ ഉണ്ടാവുമെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എത്ര ട്രാൻസ്പോർട്ട് ഇതുണ്ടെന്നുള്ള. അപ്പോൾ വേറെ ഇതിൽ പോകണമെങ്കിൽ വേറെ പാസ് എടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഒറ്റ ഫെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടുക്കിയൊന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു സ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ അറബിക് റെസ്റ്റോറൻറ്റ് കുറവാട്ടോ. അറബിക് തന്നെ ഹലാൽ ഉദ്ദേശിക്കുന്നത്. സ്മോൾ ഓഫീസ് ഫോർ റെൻറ്റ്. അത് ആരെങ്കിലും വേണമെങ്കിൽ വിളിച്ചോ. സ്മോൾ ഓഫീസ് ഫോർ റെൻറ്റ്. അല്ല, ഇനി ഫിലിപ്പിനോ ഏഷ്യൻ ഇതൊക്കെയാണ് കുസീൻസ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ലെബനീസ് ബേക്കറി ഉണ്ട് ഇവിടെ. ഡ്യൂലെക്സ് പെയിൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഡ്യൂലെക്സ് അല്ല ആടെ അങ്ങനല്ലേ. ഓയിസ്റ്റർ. പിന്നെ അടുത്തത് ഞാൻ ഇവിടെ ഫുഡ് ബേസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലും ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ ടാക്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഓ കുട്ടി ഒന്ന് മുന്നോട്ട് നടക്കോ. ഇവിടെ ഈ ഒച്ചപ്പാട് ഹോണടിയൊക്കെ അല്ലേ. 2012 മുമ്പ് അങ്ങനെ ഹോണടിയൊന്നും അല്ല, 2016 ഹോണടിയൊന്നും അങ്ങനെ കേൾക്കാതെ അങ്ങനെ സൈലൻ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് ബേസിക് ഇതാട്ടോ, ഓൾവേസ് മോർ ഫോർ ലെസ്. BMO ബാങ്ക്, NW
ഈ ബർഗറൊക്കെ ഉണ്ടാക്കണേ. പക്ഷേ ഹലാലല്ല, കയറിയിട്ടുമില്ല. പ്യൂർ ബേക്ക് കണ്ട. ഇനി നാളെ അറബിക്ക് കാണില്ല. കളി ബാലൻസ് ഒക്കെ ചെയ്ത് തരുന്നുണ്ടേ. ക്രോസ് ചെയ്യണോ? വേണ്ട. റെസ്പെക്ട് ദ റൂൾസ്. കണ്ട മഞ്ഞ് വീണ് കണ്ടില്ല ലൈറ്റിലേക്ക് നോക്കുമ്പോൾ. ഈ നഗരം ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യുക. ആഹാ, നല്ല ആള് കാരണം നിർത്തി വന്ന് ആൾ പോണവർ വരുന്നവർ അങ്ങനെ ചെയ്യണ്ട. അതിന് മുമ്പത്തെ ആളുണ്ടില്ലേ, നമ്മൾ കയറുമ്പോൾ ആളെടുത്ത് പോയത്. പൊതുവെ ഈ ഏഷ്യൻസ് അതുപോലെ അറബിക്ക് അത് ഏഷ്യയിൽ കൂടുതൽ മിഡിൽ ഈസ്റ്റ് ആൾക്കാരൊക്കെയാണ് റെസ്പെക്റ്റ് ഇല്ലാതെ ചെയ്യില്ല. നമ്മൾ കയറുന്ന ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, അറിയില്ലല്ലോ. നമ്മൾ കാറിൽ കയറുമ്പോൾ വേറെ ചിന്തായിരിക്കും. ഈ ബസ്സിലാണ് ഞാൻ രാവിലെ പോയത് കേട്ടോ, 54A. അവിടുന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനുണ്ടാവും റൈറ്റിലേക്ക്. അപ്പോൾ വേറെ ബസ് എടുക്കണം. ഈ ബസ്സൊക്കെ അധികം സ്ട്രെയിറ്റ് ആയിട്ടാണ് പോലെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ആ വണ്ടി വരുന്ന അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ ബസ് മാറി കയറണം. അല്ല നാട്ടിലെ പോലെ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് നേരെ പിടിച്ചാൽ മതി. അതിലുള്ളൊരു പെണ്ണെന്തോണ്ട് ഡ്രൈവർ. ഇക്വാലിറ്റി നടക്കുമ്പോൾ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ നടക്കേണ്ടതെന്നുള്ളതിൽ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട്. ചുറ്റും കൺഫ്യൂഷൻ ഇല്ലാതായില്ല. ചുറ്റുകൊണ്ട് ലെഫ്റ്റാണെന്ന്. കാരണം എപ്പോഴും ഇപ്പോൾ ഇത് റൈറ്റ് ഭാഗമല്ലേ നമ്മളെ. അപ്പോൾ ഈ ഭാഗത്തൂടെ നമ്മൾ നടക്കുമ്പോൾ ഇതൊരു ചെറിയ റോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഈ അല്ല ഇതല്ല, അപ്പോൾ നമ്മൾ ഇതിലൂടെ റോഡിലൂടെ നടന്നു പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വണ്ടി കിട്ടില്ല, കാരണം എല്ലാ വണ്ടികളും അങ്ങോട്ട് പോകുന്നത്. അതേ സമയത്ത് ആ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വണ്ടികളെ കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ലെഫ്റ്റ്, അതായത് അത് എന്താണോ വണ്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കുക. അതായിരിക്കും വാക്കിംഗ് കറക്റ്റ്.